അനീഷ്, യെസ്, അനീഷിനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനേക്കാൾ ഏറെ സന്തോഷം അനീഷ് കെടാതെ സൂക്ഷിക്കുന്ന ഒരു വിളക്ക് കൊണ്ട് നടക്കുന്നതിലാണ്. അത് അനീഷിന്റെ ഈ ചിരി വിളക്കാണ്. താങ്ക് യു. You are always keeping a wonderful smile that ignites positive energy to the each and every person that you meet. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണല്ലോ, കരഞ്ഞ മുഖങ്ങളെ കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇല്ല. യെസ്. ഇത് സിലിക്കൺ ഹാൻഡാണ്. അതെ അതെ. ചലനശേഷി ഇല്ല. ഇല്ല, ചലനശേഷി ഇല്ല. നമ്മളിങ്ങനെ പിടിച്ച് മൂവ് ചെയ്താൽ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങും, അത്രേ ഉള്ളൂ. അനങ്ങുമല്ല. അങ്ങനെ. പക്ഷെ അത് ആ പർട്ടിക്കുലർ ഭാഗം അല്ലെങ്കിൽ ആ സൃഷ്ടിച്ചിരിക്കുന്ന എന്താ പറയാ ഒരു പോർഷൻ അത് അനങ്ങുമെന്നുള്ളതല്ലാതെ അത് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, ഫീലിംഗ് ഒന്നുമില്ല. ഒരു മരക്കഷ്ണം അനങ്ങുന്നത് അത്രമാത്രം. നമ്മളൊരു പേന പിടിച്ചു കഴിഞ്ഞാൽ ആ പേനയുടെ തുമ്പത്ത് പിടിച്ച് അനക്കാലുണ്ടാകുന്ന അത്രമാത്രം അതേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കൂടിയ വെർഷൻ ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതിനാകുമ്പോൾ 1,00,000 രൂപയാണ്. ഓ, 1,00,000 രൂപ പ്രൈസ് വരും. അത് മോതിരം അവരിലിട്ടതാണോ അതോ അതിൻ്റെ കൂടെ ഡിസൈൻ? അതെ സാർ, അത് ആക്ച്വലി ഇത് കംപ്ലൈൻ്റ് ആയി. ഇതിൻ്റെ കഥയൊക്കെ പറയാൻ പോയത് 1 വർഷമൊക്കെയാണ് നോർമലി ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഉള്ളൂ. പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടിയിട്ടാണ്. അപ്പം കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൈക്ക് ബലം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോയെന്ന് വരാം. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് 4 മാസമായപ്പോൾ ഇത് പൊട്ടിപ്പോയി ആക്ച്വലി. അതിനുശേഷം ഞാൻ ഫെവിക്വിക്ക് വെച്ച് തൽക്കാലത്തേക്ക് ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന, കാരണം അല്ലെങ്കിൽ മോതിരമല്ല ഒട്ടിച്ച് പോയില്ല. ഇതെൻ്റെ എത്രാമത്തെ കയ്യാന്നറിയോ? 16ാമത്തെ. അയ്യോ, എനിക്ക് ഓർമ്മ നോർമൽ ഒരു 1 ഇയർ ആകുമ്പോൾ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതാണ് ഇതിൻ്റെ ഒരു വലിയ ചലഞ്ച്. കാലും എറൗണ്ട് അങ്ങനെ തന്നെ മാറേണ്ടി വരുന്നുണ്ട്. അതിന് നല്ല കോസ്റ്റുള്ളതുണ്ട്. ഞാനൊരു നമ്മുടെ ബഡ്ജറ്റിൽ കാലും സിലിക്കൺ ആണോ? കാല് സിലിക്കൺ അല്ല, വേറെ കുറച്ച് മെറ്റീരിയൽസ് വെച്ചാൽ സിലിക്കൻ്റെ ഭാഗം അതിൻ്റെ തൊണ്ട്. അതുപോലെ ഇടത്തേക്കയും സിവിയർലി ഇഞ്ചുറി ആയിരുന്നു. തുന്നിച്ചേർത്തെടുത്താണ്, ഈ വിരലുകൾ തുന്നിച്ചേർത്തെടുത്താണ്. അതിൽ ലാസ്റ്റ് ഫിംഗർ കംപ്ലീറ്റ് തുന്നിച്ചേർത്തെടുത്താണ്. എൻ്റെ ശ്രദ്ധയിൽ ഇത്രയും ഓർക്കാൻ പറ്റും ഇപ്പോഴും. ഇത്രയും വർഷമായിട്ട് 2009 ആക്സിഡൻറ്റ്. ഇത്രയും വർഷമായിട്ട് ഇത്രയും ഓർക്കാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും. ഒരു നോർമൽ മനുഷ്യൻ ചെയ്യാവുന്ന ഒരു 95% കാര്യങ്ങളും സൈക്കിൾ ഓട്ടും, സ്കൂട്ടർ ഓടിക്കും, കാർ ഓടിക്കും. ഈ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ എല്ലായിടത്തും പോകുന്ന കാർ ഓടിച്ച് തന്നെയാണ്. ആക്സിഡന്റിന് ശേഷം ഡ്രൈവിംഗ് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ജീവിതം പരാതി പറയാനുള്ളതല്ല. അച്ഛൻ, അമ്മ, ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫാമിലി പ്ലസ് വൈഫുണ്ട്, ഒരു മോനുണ്ട്. മോന് 5 വയസ്സ് പ്രായമായി. വൈഫ് ടീച്ചറാണ്. അപകടത്തിന് ശേഷമായിരുന്നല്ലോ? അതെ, 21ാമത്തെ വയസ്സിലാണ് ആക്സിഡന്റ്. ഞാൻ പഠിച്ച് അതെ. എന്തായിരുന്നു അത് അപകടത്തിന്റെ? ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് 21ാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സർജറി ഉണ്ടായിരുന്നു എൻ്റെ വലത് കാലിന്. സർജറിയുടെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് തിരിച്ചതിന് ചെക്കപ്പ് കഴിഞ്ഞ ISROയിൽ ജോലിക്ക് ഇന്റർവ്യൂ എന്നെ വിളിച്ചതുള്ളൂ. അതായത് ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഇന്റർവ്യൂ. അപ്പോൾ ഇന്റർവ്യൂ 15 ദിവസം മുമ്പ് ഞാനിവിടെ വന്ന് തിരിച്ചു പോയപ്പോൾ എൻ്റെ കാലിൽ ക്രൈബ് ബാൻഡേജ് എന്ന് പറയില്ല, നമ്മൾ ഈ വെരിക്കോസ് വെയിനൊക്കെ ചുറ്റുന്ന ബാൻഡേജ് കാലിൽ ചുറ്റിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് ശേഷം. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പം കോട്ടയത്തെ സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങിയപ്പോൾ അത് അഴിഞ്ഞു പോയി, പാളത്തിൽ ഉടക്കി ഞാൻ അങ്ങനെ വീണാണ്. ട്രെയിനിൻ്റെ ചുറ്റി വീണാണ്. അങ്ങനെ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി എന്നെ വലിച്ചുകൊണ്ട് പോയി. കൈപ്പത്തി ഇവിടെ കൊണ്ട് പൂർണ്ണമായി അറ്റുപോയി, കാലിവിടം കൊണ്ട് അറ്റുപോയി. അപ്പം തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വളരെ വേഗം ബോധം വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ അമ്മ തട്ടി വിളിക്കുമ്പോഴാണ് ബോധം വരുന്നതും. ബോധം വരുമ്പോൾ കൈയും കാലും ഇല്ല എന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിഞ്ഞ നിമിഷം, കാരണം ഇനി മുമ്പോട്ട് ഒരു പ്രതീക്ഷയില്ല. ഞാൻ നല്ലോണം കൂലിപ്പണി ചെയ്ത് പഠിച്ചയാളാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പണിക്ക് പോകാൻ തുടങ്ങിയാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഷ്ടപ്പെട്ട് നേടി എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി മാറി. ഇനി ജീവിച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ മരുന്ന് പോലും മേടിക്കാൻ പൈസ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് എന്നെ പറ്റുമെങ്കിൽ ദയാവധത്തിന് വിധേയനാക്കണമെന്ന് തന്നെയായിരുന്നു. കാരണം എനിക്ക് മുമ്പോട്ടൊന്നും ചെയ്യാനില്ല. കാരണം തിരിച്ച് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ യൂറോപ്യൻ ടോയ്ലറ്റ് പോലും ഇല്ല, ഇന്ത്യൻ ടോയ്ലറ്റാണ്, തേച്ചിട്ടില്ല തറ. അപ്പോൾ ഞാൻ ഈ മുട്ടയിൽ അഴയുമ്പോൾ ആദ്യമൊക്കെ എൻ്റെ മുട്ടയിൽ തൊലി പോകുമായിരുന്നു. അപ്പോൾ ഇനി ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് അവിടുന്ന് ഒരു തിരിച്ചു വരാനുള്ള ശ്രമം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്ന പോലെ ഈ കയ്യിൽ കുറച്ച് വിരലുകൾ കണക്കമുണ്ട്, ഈ തള്ളവരൽ അനക്കമുണ്ട്, ഈ ഒരു കാലുണ്ട്. ഇത് രണ്ടും കൊണ്ട് എങ്ങനെ തിരിച്ചു വരാമെന്നുള്ളൊരു പോരാട്ടം. അവിടുന്ന് ആണ് വീണ്ടും 2ാം ജന്മം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വേദികളുണ്ട്. ഏകദേശം 3000-ഓളം വേദികളിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 8 ലക്ഷത്തോളം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളൊക്കെ പോയി ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുക, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ ഞാനിപ്പം ഗവൺമെൻറ് സർവീസിലായിരുന്നു. സർവീസിൽ നിന്ന് ലീവ് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഹഗ് ഇൻ്റർനാഷണൽ ആണ് എൻ്റെ പേര്. ഹഗ്, HUG. ഡെഫിനറ്റായിട്ട്. താങ്ക് യു സർ, താങ്ക് യു. മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുക. കാരണം സത്യത്തിൽ നമ്മളുണ്ടല്ലോ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതിൻ്റെ സാധ്യതയുണ്ട്. അത് കാണാനുള്ള മനസ്സ് നമ്മളുണ്ടായാൽ മതി. ചിലപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റിയ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരും.
അവരെ അത് ദൈവദൂതൻ്റെ രൂപത്തിലാണ് അവരൊന്ന് കാണാനുള്ള മനസ്സ് നമ്മൾ കാണിക്കാന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു മെസ്സേജ് ഉണ്ട്, ബി ഹോപ്പ്ഫുൾ. ഈ ഹഗിൻ്റെ ഫുൾ ഫോം ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യൂണിക്നെസ്, ഗ്രോ പർപ്പസ്ഫുള്ളി എന്നാണ്. എന്ത് സംഭവിച്ചാലും, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ശരി, അത് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ആരോഗ്യ പ്രതിസന്ധി ആയിക്കോട്ടെ, ഈവൻ ഒരാൾ നമ്മളെ വിട്ടുപോയതായിക്കോട്ടെ, അവിടെ ഒരു സാധ്യതയുണ്ട്, അത് കണ്ടെത്തണം. എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം അതിലേക്ക് തുറന്ന് നോക്കുവാൻ, ചിന്തിക്കാൻ സാധിച്ചു. അമ്മയാണ് തുടങ്ങി വെച്ചതെങ്കിൽ എനിക്ക് പറ്റിയ ഗുരുക്കന്മാരെ കിട്ടി. ഡോക്ടർ മാത്യു കണമല, ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശമേകിയത്, വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ചൊരു ഫാമിലി കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ടീമിലെ ഈ കൗൺസിലിംഗ്, ഈ ഹഗ് ഇൻ്റർനാഷണലിൻ്റെ കൗൺസിലിംഗ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത്. എത്ര തകർച്ചയിൽ നിന്നാൽ പോലും സാറ് ശബ്ദം കേട്ടോ, എന്നാടാ പ്രശ്നം, നമുക്കൊന്നിരിക്കാം, ആ ഒരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കും. 2, നമുക്ക് നമ്മളൊരു കഴിവുണ്ടല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു യുണീക്ക് കഴിവാണ് ഈ റിവേഴ്സ് ക്വിസിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇതുപോലെ എത്ര ഡിസബിലിറ്റി ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അവരെ ട്രാക്കിൽ എത്തിക്കാൻ പറ്റും. സത്യത്തിൽ ലോകത്തിൽ ഒരുപാട് സീബ്രകളുണ്ട്. എല്ലാ സീബ്രകളുടെയും വരകൾ ദൂരെ നിന്ന് കണ്ടാൽ ഒരുപോലെയാണ്. ബട്ട് ദർ ആർ നോ 2 zebras in the world with identical design. എക്സാക്ട്ലി. ആ സീബ്ര വര തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. സ്വന്തം വര. അതെ അതെ. വിധി അപഹരിച്ചു എന്ന് കരുതിയ കാര്യങ്ങളാണ്. പക്ഷെ അപഹരിച്ചു എന്ന് കരുതിയ, അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്ന് തോന്നിപ്പിച്ച വിധി പിന്നീട് താങ്കൾക്ക് എല്ലാം തിരികെ പിടിക്കാനുള്ള കരുത്ത് താങ്കളിൽ സ്വയം ആർജിതമായ ആ ഇഗ്നൈറ്റ് ചെയ്തെടുത്ത, സ്ഫുടം ചെയ്തെടുത്ത ആത്മാവിൻ്റെ അഗ്നിജ്വാല കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. യു ആർ എ റോൾ മോഡൽ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അതിപ്പോൾ എത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരു നിമിഷത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി ലഹരിയിൽ അഭയം തേടുന്നവർ, അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അന്ധവിശ്വാസത്തിലും ആൾദൈവങ്ങളിലും അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, താൽക്കാലികമായ ആഹ്ലാദം നിഷേധിക്കപ്പെട്ട ഒരൊറ്റ കാരണം കൊണ്ട് അവരന് നേർക്ക് കൊലക്കത്തിയോങ്ങുന്നവർ, കുടുംബ ബന്ധങ്ങളുടെ വില പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നവർ, സൗഹൃദങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മുന്നിൽ പണയം വയ്ക്കുന്നവർ, പ്രണയത്തിൽ പോലും കാലുഷ്യത്തിൻ്റെ പാമ്പുകളെ കയറൂരി വിടുന്നവർ, നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം: പ്രതിവിധികൾക്ക് പാഠപുസ്തകം വേണം. ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ പാഠപുസ്തകത്തിൻ്റെ പേര് മനുഷ്യൻ എന്നാണ്. തളർന്നുപോയി എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട് എങ്കിൽ, വരാനിരിക്കുന്ന പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്ന് പേടിച്ച് മുൻകൂട്ടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുള്ള ഈ സമൂഹത്തിന് ഞാനിതാ ഒരു പാഠപുസ്തകം തുറന്നു വയ്ക്കുന്നു. ഈ പാഠപുസ്തകത്തിൻ്റെ പേര് അനീഷ് മോഹൻ എന്നാണ്. അനീഷ്, യു ആർ എ റോൾ മോഡൽ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.